സഹൃദയരെ, എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഇന്ന് ബലിപെരുന്നാൾ. മനുഷ്യ മനസ്സുകളിൽ മാനവികതയും ആർദ്രതയും അനുകമ്പയും ഉണർത്തിക്കൊണ്ട് ഒരു ബലിപെരുന്നാൾ കൂടി വന്നെത്തുകയാണ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ ഈ ബലിപെരുന്നാൾ ഓർമ്മപ്പെടുത്തുന്നത് ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിലിൻ്റെയും ത്യാഗവും വിശ്വാസവുമാണ്. ഹജ്ജ് പെരുന്നാൾ എന്നുകൂടി അറിയപ്പെടുന്ന ബലിപെരുന്നാൾ പ്രിയപ്പെട്ടതിനെ ത്യജിക്കാനുള്ള സന്നദ്ധതയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അബ്രഹാം പ്രവാചകനാണ് പെരുന്നാൾ സുദിനത്തിലും ബലി ഉൾപ്പെടെയുള്ള ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങളിലും സജീവമായി നിറയുന്നത്. ആത്മബലം കൊണ്ട് ജീവിതത്തിന്റെ കഠിനമായ ദുരിത പർവ്വങ്ങളെ അതിജീവിച്ച മഹത്വമാണ് ഇബ്രാഹിം നബി. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത സമൂഹങ്ങളെ സൽക്കർമ്മങ്ങളുടെ വഴിയിലൂടെ നയിച്ച 1,00,000-ൽ പരം പ്രവാചകന്മാർ തനിക്ക് മുമ്പ് മനുഷ്യവംശത്തെ വഴി നടത്താൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് നബി ലോകത്തോട് പറഞ്ഞത്. ആവർത്തിച്ചു വരിക എന്ന അർത്ഥമുള്ള ഔദ് എന്ന ക്രിയാധാതുവിൽ നിന്നാണ് ഈദ് എന്ന പദമുണ്ടായിട്ടുള്ളത്. ഇതിന് ആഘോഷമെന്നും അർത്ഥമുണ്ട്. വർഷം തോറും 2 പെരുന്നാൾ സുദിനങ്ങൾ ആവർത്തിച്ചു വരുന്നതിൻ്റെ ആഘോഷമാണിത്. ഇസ്ലാമിക കലണ്ടറിനെ ആസ്പദമാക്കിയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. വിശുദ്ധ റമളാൻ മാസത്തിലാണ് മുഹമ്മദ് നബിക്ക് വിശുദ്ധ ഖുർആന്റെ ആദ്യ വെളിപ്പെടുത്തൽ ലഭിച്ചത് എന്ന വിശ്വാസത്തിലാണ് റമദാൻ പുണ്യമാസമാകുന്നത്. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് വിശ്വാസമായി പറഞ്ഞു വരുന്ന സംഭവങ്ങൾ ഇങ്ങനെയാണ്. ജീവിതത്തിന്റെ അസ്തമയ കാലത്ത് ഇബ്രാഹിം നബിക്ക് ആറ്റുനോട്ടുണ്ടായ കുഞ്ഞിനെ ബലി കൊടുക്കാൻ പ്രപഞ്ചനാഥന്റെ കൽപ്പന വന്നു. തൻ്റെ ഈ മാനസ സംഘർഷാവസ്ഥയിലും തൻ്റെ ഇസ്മായിലിനെ ബലിയെറുക്കാൻ തന്നെ ഇബ്രാഹിം നബി സന്നദ്ധനായി. മകൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ പ്രപഞ്ചനാഥൻ ആ ബലി തടഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബിയെ അനുഗ്രഹിച്ചു. പല സമൂഹങ്ങളിലും ദൈവപ്രീതിക്കായി നരബലി പ്രചാരത്തിലുണ്ടായിരുന്ന കാലത്താണ് നരബലിയെ ദൈവം നിഷിദ്ധമാക്കിയത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ത്യജിക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് മുമ്പിൽ പതറാതെ ഉത്തരം നൽകിയ ഇബ്രാഹിം നബി ആശീർവദിക്കപ്പെടുകയായിരുന്നു ഈ ഒരു സംഭവത്തിലൂടെ. ഓരോരുത്തരുടെയും ജീവിതത്തോടുള്ള ആസക്തി പലതാവാം. ചിലർക്ക് പണമാവാം, ചിലർക്ക് കുടുംബമാവാം, ഭാര്യയാവാം, മക്കളാവാം, മറ്റു ചിലർക്ക് അധികാരമാവാം. ആ പ്രിയപ്പെട്ടതിനെയാണ് പ്രതീകാത്മകമായി ബലികർമ്മത്തിലൂടെ ദൈവത്തിന് സമർപ്പിക്കുന്നത്. അതിലൂടെ ഒരു വ്യക്തിയുടെ മനുഷ്യത്വ വിരുദ്ധമായ ഘടകത്തെയാണ് ഇല്ലായ്മ ചെയ്യുന്നത്. ചെറിയ പെരുന്നാൾ വിശപ്പിന്റെ വിലയറിഞ്ഞ വ്രതാനുഷ്ഠാനത്തിന് ശേഷമുള്ള വിജയ വിളംബരമാണെങ്കിൽ ബലിപെരുന്നാളിന്റെ സവിശേഷത ഹജ്ജ് കർമ്മത്തോടുള്ള ഐക്യദാർഢ്യമാണ്. ലക്ഷക്കണക്കിനുള്ള മനുഷ്യർ മക്കയിൽ സംഗമിക്കുമ്പോൾ അവരോട് ഐക്യപ്പെട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയും ദരിദ്രരുടെ വീടുകളിൽ ബലിമാംസം എത്തിക്കുകയും ചെയ്യുന്നു. വിശ്വമാനവികതയുടെ സന്ദേശമാണ് ഹജ്ജ്. രാജാവിനും പ്രജയ്ക്കും ഒരേ വേഷം, വെളുത്തവന്റെയും കറുത്തവന്റെയും തോളുരുമിയുള്ള സഞ്ചാരം, കോടീശ്വരനും പരമദരിദ്രനും ചുണ്ടിൽ ഒരേ മന്ത്രം ഉടിവീഴുന്ന നിമിഷങ്ങൾ, പരസ്പരം ആദരിക്കാനും ബഹുമാനിക്കാനും മനസ്സിനെ തയ്യാറാക്കുന്ന മഹാസംഘം. ധാർമ്മിക മൂല്യങ്ങൾ നിരസിക്കുന്നതും മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതുമാകരുത് പെരുന്നാൾ ആഘോഷമെന്ന് പ്രവാചകൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമൂഹത്തിനുതകുന്ന നല്ല പ്രവൃത്തികൾ നിർവഹിച്ചുകൊണ്ട് മാനവ സ്നേഹം ഊട്ടിയുറപ്പിക്കുന്നതാവണം ഓരോ പെരുന്നാളും. മോഹങ്ങളെ ത്യജിക്കലാണ് ഇസ്ലാമിലെ പ്രഥമ ജിഹാദ്. ഇത് സ്വന്തം മനസ്സിനോടുള്ള വിശുദ്ധ യുദ്ധമാണ്. ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധമല്ല ഇത്. സ്വാർത്ഥത മനസ്സിനെ കലഹപ്രിയമാക്കും. സ്വാർത്ഥത വെടിയുമ്പോഴേ മനുഷ്യന് ആത്മാർത്ഥ സേവകനാകാൻ കഴിയൂ. ഇതാണ് ഇബ്രാഹിം നബിയുടെ ജീവിതം ബോധ്യപ്പെടുത്തുന്നത്. ഇതേ സമർപ്പണമാണ് യഥാർത്ഥത്തിൽ ഏത് മതത്തിൻ്റെയും അന്തസ്സത്ത. വർഗീയ ധ്രുവീകരണങ്ങളും വിഭാഗീയതകളും വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ജാതിമത ഭേദമന്യേ അയൽവാസികൾക്കും സുഹൃത്തുക്കൾക്കും സ്നേഹ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കലാണ് പെരുന്നാളിലൂടെ സാധ്യമാക്കേണ്ടത്. അത് സാമൂഹിക ഐക്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. മതങ്ങളുടെയും മതപരമായ ഉത്സവങ്ങളുടെയും സന്ദേശം വിദ്വേഷമല്ല, പരസ്പരം സൗഹൃദം തീർക്കലാണ് എന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താൻ ആഘോഷങ്ങളുടെ കൂട്ടായ്മകൾക്ക് കഴിയണം. വിദ്വേഷങ്ങൾ മറന്ന് വെറുപ്പിനെ വെടിഞ്ഞ് പരസ്പരം സൗഹൃദങ്ങൾ ഉയർത്തി മാനവികതയെ ഉയർത്തിപ്പിടിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ. ഞാൻ ബാലു പൂക്കാട്.